ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമ്മൾ ഇവിടെ കർമ്മത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മത്തിൻ്റെ തത്വം, കർമ്മരഹസ്യം, കർമ്മത്തെ സംബന്ധിച്ച് അവശ്യം മനസ്സിലാക്കേണ്ടുന്നത്. വളരെ വിസ്തൃതമായൊരു മേഖലയിൽ ചിന്തിക്കാൻ സമയമില്ല, പ്രസക്തമായത് മാത്രം. അതിൽ എന്തിനീ ഒരു വിഷയം ചിന്തിക്കണം എന്നാലോചിച്ചപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരു ഗീതാവാക്യത്തെ പഠിച്ചു. കർമ്മണോ ഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം എന്ന് ചേർത്ത് ഭഗവാൻ പറഞ്ഞു, ഗഹനാ കർമ്മണോ ഗതി. കർമ്മത്തിന്റെ തത്വം അറിയപ്പെടേണ്ടതാണ്, വികർമ്മത്തിന്റെ തത്വം അറിയപ്പെടേണ്ടതാണ്, അകർമ്മത്തിന്റെ തത്വവും അറിയപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിന്റെ ഗതി വളരെ വളരെ ഗഹനമാണ്. ഗഹനാ കർമ്മണോ ഗതി. ഇവിടെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ സ്പഷ്ടമായി നമ്മളോട് പറഞ്ഞു തരും, കർമ്മത്തിൻ്റെ ചെയ്യേണ്ടുന്നതിൻ്റെ തത്വം അറിയപ്പെടേണ്ടതാണ്, വികർമ്മത്തിൻ്റെ ചെയ്യരുതാത്തതിൻ്റെ തത്വം അറിയപ്പെടേണ്ടതാണ്, അകർമ്മത്തിൻ്റെ ചെയ്യായികയുടെ തത്വവും അറിയപ്പെടേണ്ടതാണ്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും, അതുപോലെ ചെയ്യായികയും. ഇവയെക്കുറിച്ച് അറിഞ്ഞ് ജീവിക്കണം. എന്ത് നമ്മൾ കർത്തവ്യത്തെ ആചരിക്കുന്നുണ്ടോ അത് ലൗകികമാകട്ടെ വൈദികമാകട്ടെ അറിഞ്ഞു ചെയ്യണം. അറിഞ്ഞു ചെയ്യാതെ വരുമ്പോഴാണ് അനാചാരങ്ങളും ദുരാചാരങ്ങളും സംഭവിക്കുന്നത്. അറിഞ്ഞു ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത്. തെറ്റിദ്ധാരണകളോടുകൂടെ അബദ്ധവിശ്വാസങ്ങളോടുകൂടെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കർമ്മത്തെ സംബന്ധിച്ച്
വളരെ വ്യക്തമായി തൻ്റെ ഗീതോപദേശത്തിൽ ഒരിടത്ത് ഭഗവാൻ പറഞ്ഞു, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യവ്യവസ്ഥിതൗ. ഇത്ര പറഞ്ഞിട്ടും തൃപ്തി വരാത്ത പോലെ തുടർന്ന് പറഞ്ഞു, ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. തസ്മാത് അതുകൊണ്ട്, തേ നിനക്ക്, കാര്യവ്യവസ്ഥിതൗ കാര്യത്തിൻ്റെയും അകാര്യത്തിൻ്റെയും വ്യവസ്ഥിതിയിൽ ശാസ്ത്രമാണ് പ്രമാണം. എന്താണ് കാര്യം? കാര്യം കർത്തവ്യം, ചെയ്യേണ്ടത്, ചെയ്യപ്പെടേണ്ടത്. അകാര്യം അകർത്തവ്യം, ചെയ്യരുതാത്തത്. ഇപ്പൊ ചെയ്യേണ്ടതിൻ്റെയും ചെയ്യരുതാത്തതിൻ്റെയും വ്യവസ്ഥിതിയിൽ നിനക്ക് ശാസ്ത്രമാകട്ടെ പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അറിവിനെ നൽകുന്നത് പ്രമാണം. എന്നിട്ട് ഭഗവാൻ തുടർന്ന് പറഞ്ഞതോ, ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. ശാസ്ത്രത്തിൽ പറഞ്ഞതിനെ അറിഞ്ഞിട്ട് ഈ ലോകത്തിൽ കർമ്മം ചെയ്യാൻ നീ ബാധ്യതപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരോടും പറയുക. അപ്പൊ നമ്മളൊക്കെ നിരന്തരവും ലൗകികവും വൈദികവുമായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് കഴിയുന്നത്. ലോകസിദ്ധങ്ങളും വേദവിഹിതങ്ങളും ഒക്കെ ശാസ്ത്രവിധിക്ക് അനുസൃതമായിരിക്കണം. ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. ഏതെങ്കിലുമൊക്കെ ശാസ്ത്രങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികള്, ആചാര്യന്മാര്, ഋഷിമാര് നിർദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ? ശാസ്ത്രത്തിൽ പറഞ്ഞതിനെ അനുസരിച്ച് ജീവിക്കണം, അനുസരിച്ച് കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു അർത്ഥമാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് പൂർവികന്മാര് പറഞ്ഞതിനെ അക്ഷരം പ്രതി അനുസരിച്ചോളണം. മറുപടി, പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല അനുസരിക്കേണ്ടുന്നത്. പറഞ്ഞത് പൂർവികന്മാരാണെന്നുള്ളത് കൊണ്ടും അല്ല അനുസരിക്കേണ്ടത്. മറിച്ച് നമുക്ക് ശാസ്ത്രങ്ങളെ, ധർമ്മശാസ്ത്രങ്ങളെ ഉപദേശിച്ചു തന്ന ആചാര്യന്മാര്, അവര് ഈ പ്രപഞ്ച വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞിട്ടാണ് ഉപദേശിച്ചത്. വൈദിക ശാസ്ത്രങ്ങളെ, ധർമ്മശാസ്ത്രങ്ങളെ ഉപദേശിച്ച ആചാര്യന്മാരൊക്കെ തന്നെ ഈ പ്രപഞ്ച വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞിട്ടാണ് ഉപദേശിച്ചത്. അതുകൊണ്ട് അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, പറഞ്ഞത് തിരിച്ചറിവിൽ നിന്നാണെന്നുള്ളത് കൊണ്ട്, പറഞ്ഞത് പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണെന്നത് കൊണ്ട്, പറഞ്ഞത് പ്രപഞ്ച താളത്തെ തിരിച്ചറിഞ്ഞതാണെന്നത് കൊണ്ട്, അതുകൊണ്ട് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതം ഈ പ്രപഞ്ച താളക്രമത്തിന് ഭംഗമുണ്ടാക്കാത്ത വിധമായിരിക്കണം, അതിനനുസൃതമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ കർമ്മത്തിന്റെ രഹസ്യം അറിയണം, വികർമ്മത്തിൻ്റെത് അറിയണം, അകർമ്മത്തിൻ്റെത് അറിയണം. പലപ്പോഴും ഈ ഒന്നും ചെയ്യാതിരിക്കുക എന്ന അകർമ്മണ്യത തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതെങ്ങനെ? നോക്കൂ, നമ്മള് കർമ്മത്തിലേ അധികാരമുള്ളൂ, ഫലത്തിൽ നമുക്ക് അധികാരമില്ല.
കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന എന്ന ആശയത്തെ ഇവിടെ പറയുന്നതിൻ്റെ ഒരു ഉപക്രമമായിട്ട് അത് ഉപദേശിക്കപ്പെട്ട സാഹചര്യം ഇവിടെ പറഞ്ഞിരുന്നു. എത്ര പേർ ഓർമ്മിക്കുന്നുണ്ട് എന്നറിയില്ല, ഏതായാലും പറഞ്ഞിരുന്നു. അതായത് എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കിണറിൽ അഥവാ കുളത്തിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അതേപോലെയാണ് വേദത്തിലും വൈദിക കർമ്മങ്ങളിലും സർവജ്ഞന് എന്ന്. ഒരു സർവജ്ഞനായ മഹാപുരുഷനെ സംബന്ധിച്ച്, വിജ്ഞാനിയായ മഹാപുരുഷനെ സംബന്ധിച്ച് ഒന്നുകൂടി ശുദ്ധമായ ശാസ്ത്രസിദ്ധമായ ഭാഷ പറഞ്ഞാൽ, ജീവൻ മുക്തനായ മഹാപുരുഷനെ സംബന്ധിച്ച് അവൻ കൃതാർത്ഥനാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ കൃതാർത്ഥനാണ്, മരിച്ചിട്ടല്ല കൃതാർത്ഥനാവുന്നത്. മരിച്ചിട്ടാണ് കൃതാർത്ഥതയെങ്കിൽ ആ കൃതാർത്ഥതയെ നമുക്ക് ഉപദേശിക്കാൻ ആര്? മരിച്ചവനല്ലല്ലോ നമുക്ക് ഉപദേശിക്കുന്നത്, ജീവനുള്ളവനല്ലേ. ഇപ്പൊ ജീവനുള്ളവൻ അനുഭവിച്ചതല്ലേ ഉപദേശിക്കുന്നത്. അനുഭവിക്കാത്തത് ഉപദേശിച്ചാൽ എന്ത് ശക്തിയാ അതിനുള്ളത്? ഇപ്പൊ കൃതാർത്ഥത മരണാനന്തരമല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ്. അങ്ങനെ കൃതാർത്ഥതയിലേക്ക് ഉയർന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. ഹേ അർജുന, എനിക്ക് 3 ലോകങ്ങളിലും യാതൊരു കർത്തവ്യവുമില്ല. എന്തുകൊണ്ട്? അനവാപ്തം അവാപ്തവ്യം ച. അനവാപ്തം, ഞാൻ നേടാത്തതായ ഒന്നുമില്ല. അവാപ്തവ്യം, നേടേണ്ടതായും ഒന്നുമില്ല. എനിക്ക് എന്തൊക്കെയോ നേടേണ്ടതുണ്ട്, അഥവാ ഞാൻ ഇന്നത് നേടിയില്ലല്ലോ. ഈ 2 ചിന്തകളിൽ നിന്നാണ് ക്രിയാവ്യാപാരം വരുന്നത്. അതിനെ നേടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും എനിക്കില്ല എന്ന് ഭഗവാൻ സ്വയം ആ ഒരു കൃതാർത്ഥതയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃതാർത്ഥനായ ഒരു ജീവൻ മുക്ത മഹാത്മാവിനെ സംബന്ധിച്ച് ഒന്നും കർത്തവ്യമില്ല. എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുമ്പോൾ ഒരാൾക്ക് കിണറിൽ കുളത്തിൽ ഒരു താല്പര്യവുമില്ലാത്തതുപോലെ അയാൾക്കും വേദത്തിലും വൈദിക കർമ്മങ്ങളിലും ഒരു താല്പര്യവുമില്ല. അയാൾ ഹോമം ചെയ്യാനോ പൂജ ചെയ്യാനോ യാഗം ചെയ്യാനോ ഇനി എന്തെങ്കിലും ഫലവിശേഷം ആഗ്രഹിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കർമ്മം ചെയ്യാനോ പുറപ്പെടുന്നില്ല. അയാൾ കൃതാർത്ഥനാണ്. ഇങ്ങനെയുള്ള കൃതാർത്ഥൻ സ്വാഭാവികമായി ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ചെയ്യാനില്ലാത്തത് കൊണ്ട്. ഇത് അകർമ്മണ്യതയല്ല. വിജ്ഞാനിയുടെ സർവകർമ്മങ്ങളും കൊഴിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥാവിശേഷം, യാതൊരു കർമ്മത്തെയും ആചരിക്കാത്ത അവസ്ഥാവിശേഷം, അത് അകർമ്മണ്യതയല്ല, മറിച്ച് അത് നൈഷ്കർമ്മ്യമാണ്. ഒരു വഴിവക്കിൽ 2 വൃക്ഷങ്ങൾ, രണ്ടിലും പൂവില്ല, കായല്ല, പഴമില്ല. ഒരു വഴിപോക്കൻ ഈ 2 വൃക്ഷങ്ങളെയും കണ്ടു. അയാൾ വിചാരിച്ചു, ഈ 2 വൃക്ഷങ്ങളിലും പൂവില്ല, കായില്ല, പഴമില്ല, അതുകൊണ്ട് ഇവ രണ്ടും ഒരുപോലെയാണ്. വാസ്തവത്തിൽ അവ രണ്ടും ഒരുപോലെയല്ല. ഒന്ന് മുൻപ്
പൂത്തതാണ്, കായ്ച്ചതാണ്, നിറയെ നിറയെ ഫലിച്ചതാണ്. ആ ഫലം നാട് മുഴുവൻ പ്രചരിച്ച് ലക്ഷോപലക്ഷം അതേ വൃക്ഷത്തിൻ്റെ തൈകൾ, ചെടികൾ വൃക്ഷങ്ങളായി വളർന്നതാണ്. ഒന്ന് പൂത്തിട്ടേയില്ല, കായ്ച്ചിട്ടേയില്ല, ഫലിച്ചിട്ടേയില്ല. ഇപ്പോൾ നോക്കുമ്പോൾ രണ്ടിലും കായില്ല, പൂവില്ല, പഴമില്ല എന്നുള്ളത് സമാനമാണെങ്കിലും അവയുടെ പൂവും കായയും ഇല്ലാത്ത അവസ്ഥ സമാനമല്ല. ഒന്ന് കൃതാർത്ഥതയിലുള്ള അഭാവമാണ്, രണ്ട് അകൃതാർത്ഥതയിലുള്ള അഭാവമാണ്. വിജ്ഞാനിയുടെ, ജീവൻ മുക്തന്റെ, സർവജ്ഞന്റെ കർമ്മഭാവം കൃതാർത്ഥതയിൽ നിന്ന് വരുന്ന കർമ്മഭാവമാണ്. അല്ലാത്തൊരാളുടെ കർമ്മം ചെയ്യായിക അലസതയിൽ നിന്നോ മന്ദതയിൽ നിന്നോ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള ചിന്തയിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്ന കർമ്മഭാവമാണ്. രണ്ടും ഒന്നല്ല. ഒന്ന് കൃതാർത്ഥന്റെ ഭാവമാണ്, മറ്റൊന്ന് അകൃതാർത്ഥന്റെ ഭാവമാണ്. അപ്പൊ ഇവയെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തിരിച്ചറിയണം. കർമ്മം അറിയണം, വികർമ്മം അറിയണം, അകർമ്മം അറിയണം. അങ്ങനെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ കർമ്മത്തിന്റെ നിയമത്തെക്കുറിച്ച് അറിയണം. കർമ്മത്തിന് സ്വാഭാവികമായി സംസ്കാരങ്ങളും സംസ്കാരങ്ങൾക്ക് വാസനകളും ഉണ്ടാവുന്നുണ്ട്. വാസനാപ്രേരിതരായി വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും. അങ്ങനെ അനുസ്യൂതം അവിരാമം തുടരുന്ന കർമ്മചക്രത്തിൽ നമ്മൾ പെട്ടുപോകും. കർമ്മബന്ധനത്തിൽ നമ്മൾ അകപ്പെടും. അപ്പൊ ചിന്തിച്ചു, എങ്ങനെ കർമ്മമല്ല നമ്മളെ ബന്ധിക്കുന്നതെന്നും കർമ്മത്തോട് ബന്ധപ്പെട്ട മമത്വമാണ് നമ്മളെ ബന്ധിക്കുന്നതെന്നും ചിന്തിച്ചു. എങ്ങനെയും മമത്വത്തെ അതിക്രമിക്കാം, അഥവാ നമ്മളെ ബന്ധിക്കുന്ന കർമ്മത്തെ തന്നെ എങ്ങനെ ബന്ധിക്കാത്തതാക്കി തീർക്കാം. ആ ചർച്ചയാണ് നമ്മളെ കർമ്മയോഗത്തെ കുറിച്ചുള്ള നിരൂപണത്തിലേക്ക് നയിച്ചത്. കർമ്മയോഗം, ഫലകാമനാരഹിതമായി കർമ്മം ചെയ്യുന്നതിനെ കർമ്മയോഗം എന്ന് പഠിച്ചു. മാത്രമല്ല, സാധാരണഗതിയിൽ കർമ്മബദ്ധർ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കർമ്മമല്ല നമ്മളെ ബന്ധിക്കുന്നതെന്നും കർമ്മത്തിലുള്ള നമ്മുടെ മമത്വമാണെന്നും പറഞ്ഞു. അതുകൊണ്ട് ബന്ധിക്കപ്പെടാതിരിക്കുക എന്നുള്ളതിന് ശരിയായ മനോഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യം. എങ്ങനെയാ മനോഭാവം നേടിയെടുക്കാം? അവിടെയാണ് നമ്മൾ ഈശ്വരാർപ്പണ ബുദ്ധി എന്ന് പറയുന്നത്. ഈശ്വരാർപ്പണ ബുദ്ധി എപ്പോൾ വന്നോ അത് കർമ്മയോഗമായി. ഈശ്വരാർപ്പണ ബുദ്ധി എപ്പോൾ കർമ്മത്തിൽ വന്നുവോ അപ്പോൾ ഫലങ്ങളെല്ലാം പ്രസാദങ്ങളായി. എല്ലാ കർമ്മഫലങ്ങളും പ്രസാദങ്ങളും. അങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധി. അപ്പൊ എങ്ങനെ ഈശ്വരൻ അർപ്പിക്കാൻ? വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം പഠിച്ചു ഇവിടെ. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. എവിടെ നിന്നാണോ സകല ഭൂതങ്ങളുടെയും ആവിർഭാവം, എന്തിനാൽ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ്, എന്തിലേക്ക് എല്ലാത്തിൻ്റെയും വിലയം, അതെന്താണ്? അപ്പോ അതിൻ്റെ വിശദമായ ചിന്തനത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മഹാകർമ്മം ഈശ്വരീയമായൊരു നിയമക്രമം അനുസരിച്ച് സംഭവിക്കുന്നതാണെന്ന് പഠിച്ചു. അതിൻ്റെ ചെറിയ അംശങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിമിതമായ അഹങ്കാരം വെച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഈ പ്രപഞ്ചത്തിലെ സമഷ്ടിയിലെ മഹാകർമ്മങ്ങളുടെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് എന്നതുകൊണ്ട് ഭഗവാനെ ഇതെല്ലാം അവിടുത്തെ മഹാകർമ്മത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് കൈവരുന്നുവെന്നും ഈ തിരിച്ചറിവ് ഈശ്വരാർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കുന്നെന്നും പറഞ്ഞു. ഏറ്റവും പ്രധാനം, നമുക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ,
ഫലത്തിൽ അധികാരമില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ്. അങ്ങനെ ഫലകാമനാരഹിതരായി കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് സമബുദ്ധി നിലനിൽക്കും. സിദ്ധി അസിദ്ധ്യോഹോ സമഹാഭൂത്വാ സമത്വം യോഗ ഉച്യതേ. പഠിച്ചു നമ്മൾ. സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവത്തോടു കൂടിയുള്ള യാതൊരു സമത്വമുണ്ടോ അതാണ് യോഗം എന്ന്. ഈ സമത്വത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. ശരിയാണ്, സമത്വത്തോടു കൂടി ജീവിക്കണം. എങ്കിൽ തന്നെയും നമ്മളൊക്കെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരല്ലേ? അതെ. അപ്പൊ അതത് മേഖലകളിൽ നമുക്ക് വിജയിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. വിജയിക്കട്ടെ വിജയിക്കാതിരിക്കട്ടെ അത് വേറെ വിഷയം, അതിനാൽ ബാധിക്കപ്പെടരുത്. പക്ഷെ വിജയിക്കാൻ നമ്മൾ പരിശ്രമിച്ചിരിക്കണം ഏത് മേഖലയിൽ പ്രവർത്തിക്കപ്പെടും. അവിടെ ഏറ്റവും പ്രധാനം കർമ്മഫലം എങ്ങനെ സിദ്ധമാകുന്നു എന്നുള്ളത് പഠിക്കണം. അതിവിടെ നമ്മൾ ചിന്തിച്ചു. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം എന്ന് വിശദമായി ചിന്തിച്ചു. ഈ 5 ഘടകങ്ങളെ ശരിക്ക് മനസ്സിലാക്കിയിട്ട് വേണം കർമ്മം ചെയ്യാൻ. അപ്പൊ ഭംഗിയായിട്ട് ചെയ്യാനും പറ്റും, അതിനാൽ ബന്ധിക്കപ്പെടുകയും ഇല്ല. ശരിയായ അറിവോടുകൂടി ചെയ്യും. ഒരു കർമ്മത്തിന്റെ വിജയത്തിന് എന്തെല്ലാം ഘടകങ്ങളാണെന്ന് ശരിക്ക് മനസ്സിലാക്കി അവയെ പാലിക്കുക, നിലനിർത്തുക. വളരെ ശാസ്ത്രീയമായി വിശദമായി ചിന്തിക്കേണ്ടതാണ്. അധിഷ്ഠാനം, കർത്ത, കരണം, ചേഷ്ടകൾ, ദൈവം എന്നീ 5 എണ്ണം. അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കർമ്മ മേഖലയിൽ പരാജയപ്പെടില്ല. അതോടൊപ്പം പ്രധാനമാണ് ശുദ്ധ സങ്കല്പം കർത്താവിനുണ്ടാവുക എന്നത്. കർത്താവിൻ്റെ സങ്കല്പം ശുദ്ധമായിരിക്കണം. അവിടെ നമ്മൾ ഈ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുമ്പോൾ സുഖം, ദുഃഖം, മോഹം എന്നിങ്ങനെയുള്ള 3 ഫലങ്ങളെ കുറിച്ച് ആലോചിച്ചു. സുഖം അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദുഃഖം ആരും ആഗ്രഹിക്കണില്ല. ഉണ്ടോ? ആരെങ്കിലും ദുഃഖം ആഗ്രഹിക്കണോ? ഇല്ല, ആരും ദുഃഖം ആഗ്രഹിക്കണില്ല. എല്ലാവരും സുഖമാണ് ആഗ്രഹിക്കുന്നത്. സുഖം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. സുഖം സത്വത്തിന്റെ കാര്യമാണ്, ദുഃഖം രജസിന്റെ കാര്യമാണ്, മോഹം തമസിന്റെ കാര്യമാണ്. അതുകൊണ്ട് ദുഃഖമോഹങ്ങളില്ലാതെ സുഖം നേടാൻ കഴിയണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ സാത്വികമായിരിക്കണം. അപ്പൊ സാത്വിക കർമ്മം എന്താണെന്ന് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു. സാത്വികമായിരിക്കണം നമ്മുടെ കർമ്മം. നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫല പ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യത്തെ. നമ്മൾ ഇന്നലെ അതാണ് കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞത്. അതുപോലെ പ്രധാനമാണ് കർത്താവ്, ഞാൻ. ഇവിടെ കർത്താവ് എന്ന് പറയുമ്പോൾ ഏതോ ലോകത്തിരിക്കുന്ന ആളെന്ന് വിചാരിക്കരുതേ. എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്കാണ് നോക്കണത്. കർത്താവ് മുകളിലല്ല, നമ്മൾ തന്നെയാണ് കർത്താവ്. ക്രിയ ചെയ്യുന്നവനാരും അവനാണ് കർത്താവ്. ക്രിയ ചെയ്യുന്നത് ഞാനാണ്, നമ്മൾ ഓരോരുത്തരും. ഇവിടെ പറയുക എന്ന ക്രിയയെ ചെയ്യുന്നു, കേൾക്കുക എന്ന ക്രിയയെ ചെയ്യുന്നു. അപ്പൊ കർത്താവ്, ചെയ്യുന്നവൻ, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്യുന്നവൻ. അപ്പൊ കർത്താവ് സാത്വികനായിരിക്കണം. കർത്താവ് സാത്വികനായാലേ കർമ്മവും ഫലവും സുഖപ്രദമാകും.
എപ്പോ കർത്താവ് രാജസികനാകുന്നുവോ സ്വാഭാവികമായി ദുഃഖഫലമാണ് അത് ഉണ്ടാക്കി തീർക്കുക. എപ്പോ കർത്താവ് താമസികനാകുന്നുവോ മോഹഫലമാണ് അത് ഉണ്ടാക്കി തീർക്കുക. അതുകൊണ്ട് സുഖം ആഗ്രഹിക്കുന്നവര് മറ്റെല്ലാ ഘടകങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ല. ഞാനാകുന്ന കർത്താവ് സാത്വിക ഭാവത്തിൽ പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കണം. ആരാ സാത്വിക കർത്താവ്? വളരെ വിശദമായി ചിന്തിക്കാം. എങ്കിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മുക്തസംഗോനഹംവാദി ധൃത്യുത്സാഹ സമന്വിതഃ സിദ്ധ്യസിദ്ധ്യോഃ നിർവികാര കർത്താ സാത്വിക ഉച്യതേ. ഇതാണ് സാത്വിക കർത്താവിന്റെ ലക്ഷണം. മുക്തസംഗഃ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിത സിദ്ധ്യസിദ്ധ്യോഃ നിർവികാരഃ. ഇത്രയും ലക്ഷണങ്ങളാ പറയുന്നത്. മുക്തസംഗഃ സംഘമൊഴിഞ്ഞവൻ. സംഘമൊഴിഞ്ഞവൻ. നമ്മൾ സംഘത്തെക്കുറിച്ച് വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാ സംഘം കടന്ന് കൂടുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ വഴിയിൽ തേങ്ങ പറിക്കണ തോപ്പിൽ തേങ്ങ പറിക്കണത് കണ്ടിട്ട് ഇത്ര ഉണ്ടാവുന്ന താൻ പറഞ്ഞ അഭിപ്രായത്തോട് സംഘം. എന്നാലോചിച്ച് നോക്കൂ. നമ്മൾ നേരിട്ട് അനുഭവിച്ചതാ, അത് നേരിട്ട് കണ്ടതാ. എന്ന് മാത്രമല്ല അവരെ പിടിച്ചു മാറ്റാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു പ്രഭാഷണം നടക്കുകയാണ്. ഏകദേശം സമയത്രയായി എന്നൊരു ധാരണ എന്തോ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ചോദിച്ചു, അല്ല അപ്പൊ സമയം എത്രയായിട്ടുണ്ടാവും? മുമ്പിൽ ഒരാൾ പറഞ്ഞു 8 മണിയായി. 8 സാധ്യതയില്ല നമ്മളൊരു കണക്കനുസരിച്ച്. അയ്യോ ഇത്ര ആയിട്ടുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇയാൾക്ക് അങ്ങോട്ട് ചൂടായി, മുഖമൊക്കെ അങ്ങോട്ട് ചുമന്ന് തൊടുത്തു. അപ്പൊ വേറൊരാൾ വിളിച്ചു പറഞ്ഞു, അയാൾ ചോദിച്ചിട്ടൊന്നുമില്ല, അയാൾ വിളിച്ചു പറഞ്ഞു, ഇല്ല സ്വാമി ശരിയാ പറഞ്ഞത്, 8 ആയിട്ടില്ല, 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇയാൾ തിളയ്ക്കാൻ തുടങ്ങി. ഇയാൾക്ക് എന്തോ അവമാനം പറ്റിയ പോലെ. നോക്കൂ, നിങ്ങൾ തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളിരിക്കുന്ന ശരീരം, ആ ശരീരത്തിലെ ഒരു അവയവമായ കയ്യ്, ആ കയ്യിൽ കെട്ടിയ ഒരു ഉപകരണം, ആ ഉപകരണത്തിന്റെ 2 സൂചികൾ കാണിക്കുന്ന ദിശകൾ തെറ്റാന്നേ പറഞ്ഞുള്ളൂ. ഇത് നിങ്ങൾ എന്തിനാ മുഖം പാട്ടുന്നേ? നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയൊക്കെയാ സംഘം വരുന്നേ? അറിയില്ല ഈ സംഘം വരുന്ന വരവ്. ഇവിടുന്ന് ഇപ്പൊ ഇവിടെ ആർക്കും ഒരു പ്രത്യേകിച്ചൊരു കസാരിയൊന്നുമില്ല. പിന്നെ പറയാം, പ്രഭാഷണം ചെയ്യുന്ന ആള് ചിദാനന്ദപുരി സ്വാമി ആയതുകൊണ്ട് ഈ സ്റ്റേജിലിട്ട കസേര 2 മണിക്കൂർ നേരത്തേക്ക് ചിദാനന്ദപുരി സ്വാമിക്കുള്ളതാന്ന് വേണമെങ്കിൽ പറയാം. ശരി, ഒരാൾ എഴുന്നേറ്റ് പോയി എന്തോ ഒരു ആവശ്യത്തിനാ, തിരിച്ചു വരുമ്പോൾ താൻ ഇരുന്ന കസേരയിൽ ഒരാൾ ഇരിക്കണോ? എന്താ നീ എന്താണ് എൻ്റെ കസേര കയറിയിരുന്നത്? ചിലപ്പോൾ ഈ സദസ്സിന്റെ ഔചിത്യം മാനിച്ചുകൊണ്ട് ചോദിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാലും മനസ്സിലൊരു വിചാരം, ഞാൻ ഇരുന്നെടുത്ത് എൻ്റെ കസേര ഞാൻ എണീറ്റ് തക്കത്തിനാവാൻ പോയി ഇരുന്ന കാട്ടില്ലേ അസത്ത്. എങ്ങനെയാ എൻ്റെ വരുന്നേ? അപ്പൊ ഒരു നിമിഷം നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഈ എൻ്റെയിലുള്ള അർത്ഥമില്ലായ്മ നമുക്ക് മനസ്സിലാവും. ഒരു നിമിഷം ചിന്തിച്ചാൽ മതി, അധികമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അധികം ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. ശാസ്ത്രീയമായിട്ട് മനുഷ്യന്റെ സ്ഥിതിയെക്കുറിച്ച്, ജീവജാലങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി.
സസ്യമിവ മർത്യ പച്യതേ സസ്യമിവ ആജായതേ പുനഃ. പുല്ല് വേനൽക്കാലത്ത് ഉണങ്ങണ പോലെ ഉണങ്ങിപ്പോകുന്നു, അടുത്ത മഴക്കാലത്ത് തണുത്ത് പൊന്തണ പോലെ വീണ്ടും. അത്രയേ ഉള്ളൂ ഇതൊക്കെ. ഇങ്ങനെ വിചാരം ചെയ്ത് ഈ അഹങ്കാര സംഘം, മമത്വ സംഘം, ഇതിലെ നിരർത്ഥകത മനസ്സിലാക്കുക. ഒരർത്ഥവുമില്ലാത്തതാണ്. എൻ്റെ ഇതിൻ്റെ ഫലം എനിക്ക്, ഇതിൻ്റെ ഫലം എനിക്ക്, ഇതിൻ്റെ ഫലം എനിക്ക്. എനിക്കില്ലാച്ച വേറെ ആർക്കും വേണ്ടെന്ന് പറയാണ്. ഞാൻ ഉദ്ദേശിച്ച ഫലം എനിക്ക് കിട്ടാത്ത പക്ഷം പിന്നെ വേറെ ആർക്കും വേണ്ട. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രതിഭാസം പറയാം. പല കമ്മിറ്റികളിലും പലതിലുമൊക്കെ നേതൃത്വ സ്ഥാനത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കും ചില ആൾക്കാർ, വളരെ സ്തുത്യർഹമായ രീതിയിൽ. അത് കഴിഞ്ഞ് എന്തെങ്കിലും കാരണവശാൽ അവിടുന്ന് ആ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയായി. സമൂഹത്തിൽ പലപ്പോഴും കാണുന്നതാണ്. ഇവിടെ ഈ നടുവണ്ടൂർ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, ഇരിക്കണ കൂട്ടത്തിൽ ആർക്കും അങ്ങനത്തെ ചിന്തകളില്ല. പക്ഷെ പൊതുവെ സമൂഹത്തിൽ കാണുന്നൊരു പ്രതിഭാസം സൂചിപ്പിച്ചു എന്ന് മാത്രം. പലപ്പോഴും കാണാറുണ്ട്. സംഘത്തിന്റെ ഒരു പോക്ക് നോക്കും. അപ്പൊ വിചാരം കൊണ്ട് ഈ സംഘത്തെ ജയിച്ചവൻ മുക്ത സംഘ, മുക്തമായ സംഘത്തോട് കൂടിയവൻ, സംഘം ഒഴിഞ്ഞവൻ. അനഹംവാദി, അനഹംവാദി, അഹംവാദി അല്ലാത്തവൻ. ഈ അഹംവാദി പറഞ്ഞാൽ നമുക്ക് ചില ആൾക്കാരെ കാണാം, എന്ത് പറയുമ്പോഴും ഞാൻ ചെയ്തു, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാനതായിരുന്നെങ്കിൽ, ഞാനുള്ള സമയത്ത് അങ്ങനെയായിരുന്നു, ഞാൻ പോയൊക്കെ മോശമായി, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാനാണ് എപ്പോഴും മികച്ചു നിൽക്കുന്നത്. ഒരു വിരോധമില്ല. പക്ഷേ ഞാൻ ഒരു കർമ്മത്തിന്റെ പേരിൽ എന്നെ പ്രശംസിക്കുന്നതിൽ ഒരു വിരോധവും ഇല്ല. അതേപോലെ വേറൊരാള് കർമ്മം ചെയ്താൽ അയാളെ പ്രശംസിക്കാനും, ഏതെങ്കിലും ഒരു കർമാചരണത്തിൽ ഒരാൾ നിന്ദനീയമാകും വിധം തെറ്റ് ചെയ്താൽ അയാളെ നിന്ദിക്കുന്നത് പോലെ ഞാൻ ചെയ്യുമ്പോൾ എന്നെയും നിന്ദിക്കുമെങ്കിൽ കുഴപ്പമില്ല. കുഴപ്പമില്ല, എന്നാ ഒരു കുഴപ്പമില്ല. തന്നെ പ്രശംസിച്ചാലും കുഴപ്പമില്ല, തന്നെ നിന്ദിച്ചാലും കുഴപ്പമില്ല. ഇതല്ല, എല്ലാത്തിനും തൻ്റെ മികവ് പറയുക. അതാണ് അഹംവാദി. ഞാൻ അങ്ങനെയാക്കി, ഞാൻ ഇങ്ങനെയാക്കി, എല്ലാത്തിലും ഞാൻ. സന്ദർഭം ഉണ്ടാക്കിയിട്ട് പറയും. അതാണ് അഹംവാദി. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കർത്താവ് ആണല്ലോ പണിയെടുക്കുകയാണ് ഒരു കാര്യം നിർവഹണത്തിന് വേണ്ടിയിട്ട്. ഇത് ഞാനാണ് ചെയ്യുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി അയാൾ പാടുപെടും. അഹംവാദി. ഒരിക്കൽ നമ്മളെ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രഭാഷണത്തിന് വിളിച്ചു, ഒരു ക്ഷേത്രത്തിൽ, ഒരു ശിവക്ഷേത്രം. സംഘാടകര് ശിവക്ഷേത്രം എന്നാ പറഞ്ഞത്. അതിനോട് ചേർന്നൊരു ഹാളുണ്ട്, അവിടെയാണ് പ്രഭാഷണം. ഒരു ചെറിയൊരു റോഡ്, വീതി കുറഞ്ഞ റോഡ്, അവിടുന്നാണ് ക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റ്. ആ ഗേറ്റിന്റെ മുകളിൽ ചെറുതാക്കിയിട്ട് ഓം നമഃ ശിവായ എഴുതിയിട്ടുണ്ട്. വലുതാക്കിയിട്ട് വലിയ എഴുത്തില് ഏതൊരു പേര് രാമചന്ദ്രൻ വകാന്നോ എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ എഴുത്ത. നമ്മൾ ചോദിച്ചു, അപ്പൊ തന്നെ ചോദിച്ചു, അല്ല നിങ്ങൾ ശിവക്ഷേത്രം എന്നല്ല, നമുക്കിപ്പോൾ ഏത് ക്ഷേത്രമായാലും കണക്ക് തന്നെ, എന്നാൽ നിങ്ങൾ പറഞ്ഞ ശിവക്ഷേത്രം എന്നാണല്ലോ. ഇതിപ്പോ കണ്ടു നോക്കുമ്പോൾ രാമചന്ദ്രന്റെ ക്ഷേത്രമാണല്ലോ. വലുതാക്കിയിട്ട് ഗേറ്റില് ശിവക്ഷേത്രത്തിന് എഴുതിയതിനേക്കാൾ വലുതാക്കിയിട്ടാ രാമചന്ദ്രൻ വക. ഒരാള് ഒരു ആനയെ നടക്കിയിരുത്തി അമ്പലത്തിലേക്ക്.
ആനേൻ്റെ പുറത്ത് എഴുതാൻ പറ്റുമോ? ഇല്ല, ഒന്നും എഴുതാൻ പറ്റില്ല. അയൽവാസി ഒരു മണി സംഭാവന ചെയ്തു ആനയ്ക്ക്. അതിൻ്റെ മുകളിൽ വലുതാക്കിയിട്ട് എഴുതി രാമൻ നായർ വക. ഇത് മണി, ഈ മണി തൂക്കി നടക്കേണ്ട ആന. അപ്പോൾ കാണുന്നവരൊക്കെ ഓ രാമൻ നായർ ആള് കേവനാണല്ലോ. കാരണം അത് മണി സമർപ്പിച്ചതെന്ന് എഴുതിയിട്ടില്ല. ഈ മണി സമർപ്പിച്ച രാമൻ നായർ എഴുതിയിട്ടില്ല. മണിയുമ്പോൾ എഴുതിയ രാമൻ നായർ വക. ആനേൻ്റെ പുറത്ത് എഴുതാൻ പറ്റും. അഥവാ എഴുതിയാൽ 100 പ്രാവശ്യം കുളിപ്പിക്കുമ്പോൾ അത് പോകും. ചിലപ്പോൾ സമർപ്പണ ദിവസം എഴുതാൻ സാധിച്ചേക്കാം. ഏതായാലും അന്ന് ഈ സമർപ്പിച്ച ആൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. അതും വേണമല്ലോ പറയുക. കാരണം അയാൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. നമുക്കറിയില്ല, ആൾക്കൂട്ടത്തിലുണ്ട്. ചിദാനന്ദപുരി സ്വാമിയെ സ്വീകരിക്കാൻ നിൽക്കുന്ന കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു. അയാളെ കണ്ണ് തുറപ്പിച്ചു. അത് നമ്മൾ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ അയാൾ എടുത്തു, സ്വാമി പറഞ്ഞല്ലോ, എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, ഞാനത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ലൊരു ഡോറ് ഞാൻ ഈ ഗേറ്റ് എടുത്ത് മാറ്റിയിട്ട് നല്ലൊരു ഗേറ്റ് സംഭാവന ചെയ്യാൻ പോവാണ്, പേരെഴുതാതെ. സന്തോഷം, ഇത്രയേ ഉള്ളൂ, അല്ലാണ്ടെന്താ. കാരണം കീർത്തനേന ദാനപുണ്യം വിനശ്യതി. കീർത്തിക്കുന്നതിലൂടെ നീ ചെയ്ത ദാനത്തിന്റെ പുണ്യം പോലും പോവും. അതിനുള്ള സ്നേഹം കൊണ്ടാ പറഞ്ഞ, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. അമ്പാതി ഞാൻ അതൊക്കെ ചെയ്യണം, ഞാൻ അങ്ങനൊക്കെ ചെയ്യണം, അറിയിക്കാനുള്ളൊരു പടാപ്പാട് അതില്ലാണ്ടിരിക്കുക. അനഹംവാദി മുക്തസംഗ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിത. ധൃതിയും ഉത്സാഹവും ചേർന്നവൻ, ധൃതിയും ഉത്സാഹവും ചേർന്നവൻ. ധൃതി, ധൃതി എന്ന് പറഞ്ഞപ്പോ ധൃതി മലയാളത്തിൽ പറയാൻ ഒറ്റവാക്കില്ല. ധൃതി, ഈ മലയാളത്തിൽ ധൃതി പറയാറുണ്ട്, അതല്ല. മലയാളത്തിൽ എനിക്ക് പോകാൻ ധൃതി ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്, അതല്ല. തിരക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. സംസ്കൃതത്തിൽ ധൃതി പറഞ്ഞാൽ തിരക്കല്ല. അതിപ്പോ വേണമെങ്കിൽ നമുക്ക് തൻ്റെ ഇടം എന്ന് പറയാം, വേണമെങ്കിൽ. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വാക്ക് മനക്കരുത്ത് എന്ന് പറയാം. മനക്കരുത്ത്, മനക്കരുത്ത്, അത് ധൃതി എന്നുവെച്ചാൽ എങ്ങനെയാ പറയുക, ഒരാൾക്ക് എന്തെങ്കിലും ഒരു കഠിനമായ രോഗം വന്നു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വല്ല മുറിവുകൾ പറ്റുകയോ ക്ഷതം പറ്റുകയൊക്കെ ചെയ്തു, ഇല്ല, ഇല്ലാതെ സാധാരണഗതിയിൽ ഒരാളങ്ങ് തളർന്നു പോകേണ്ടതാ. പക്ഷെ ആ മനക്കരുത്ത് കൊണ്ട് പിടിച്ചു നിൽക്കാനും എഴുന്നേറ്റ് നിൽക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനും തൻ്റെ ആ ഒരു വ്യക്തിത്വത്തിന് ഹാനി വരാതെ നോക്കാനുള്ള ഒരു കഴിവില്ലേ, അതിന് പറയുന്ന പേരാണ് ധൃതി. നമുക്ക് പരിചയമുള്ള ഒരാള്, അദ്ദേഹം ഒരു പുതിയ വീടുണ്ടാക്കുന്നു. അപ്പോൾ വീടുണ്ടാക്കുമ്പോൾ മൊത്തം കോൺക്രീറ്റ് വീടാണ്. അതിൽ കോൺക്രീറ്റ് മൊത്തം പിടുത്തം ഇല്ലാത്ത ജാതിയിൽ മുമ്പിൽ പോർച്ചുണ്ടാക്കി. അത് ചുമരുമലയൊക്കെ കമ്പി അടിച്ച് കയറ്റിയിട്ടാണ് വാർത്തത്. ഇയാൾ നനയ്ക്കാൻ പോവും, നോക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം ഇയാൾ കുത്തൊക്കെ ഒന്ന് ഇളക്കിയപ്പോൾ ഇതൊന്നായിട്ട് വീണു ഇയാളെ ദേഹത്ത് കൂടെ. എത്ര ടണ്ണുണ്ടാവും? വലിയൊരു കോൺക്രീറ്റിന്റെ പോർച്ച് അങ്ങനെ ഇയാളെ ദേഹത്ത് കൂടെ വീണു. അപ്പോൾ ഇതിന് 2-3 ക്രോസ് ബീംസ് ഉണ്ട്. ഈ ക്രോസ് ബീംസൊക്കെ ഇയാളെ രണ്ട് കാലും ഒരു 8 സ്ഥലത്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. കാല് 4 വീത സ്ഥലങ്ങളിൽ പൊട്ടിയിട്ടുണ്ടാവും. അതിന്റെ മുകളിലാണ് ഇത് കിടക്കുന്നത്. പക്ഷെ ഇയാൾക്ക് കുഴപ്പമില്ല. അതായത് അപ്പുറവും ബീമിന്റെ നടുക്ക അയാൾ കിടക്കുന്നത്. ഇപ്പൊ ദേഹം അമർന്നിട്ടില്ല, നെഞ്ച് അമർന്നിട്ടില്ല, വയറമർന്നിട്ടില്ല, അത് സുരക്ഷിതമാണ്. പക്ഷെ കാലൊക്കെ പൊട്ടി കഷ്ണങ്ങളായി കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കിടത്തം. തലയാണ് പുറത്തുള്ളത്, വേറെ ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിലാ, കോൺക്രീറ്റിൻ്റെ ഉള്ളിലാ. ഇയാളാണ് വിളിച്ച് എല്ലാവരെയും വരൂ, ഞാൻ ഇതിൻ്റെ അടിയിലുണ്ട് വിളിക്കണം. എന്നിട്ട് ഓരോരുത്തർ വരുമ്പോൾ ഇയാൾ പറയാം, നീ അവിടെ കുത്തരുത്, ഒക്കെ അപകടമാവും, അതൊക്കെ ഇന്ന മാതിരി എല്ലാം പറഞ്ഞുകൊണ്ട് കിടന്നത് ഇയാളാ.
എന്നമാതിരി പൊട്ടിക്കും, എന്നമാതിരി പൊട്ടിച്ചാലേ അത് കിട്ടുള്ളൂ. എന്തൊരു ധൃതി! അതാ ധൃതി. ഉത്സാഹസമന്വിത, ഉത്സാഹം, ഏത് പ്രവർത്തനം ചെയ്യാനുള്ളൊരു ഔത്സുക്യം. ഓരോർക്കം തൂങ്ങി ഒന്നിനും കൊള്ളില്ല, അങ്ങനെയല്ല. ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അത് കുശലതയോടുകൂടി ചെയ്യാം. ആര് പറഞ്ഞു ഇറങ്ങാൻ? ഇറങ്ങുകയാണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇറങ്ങരുത്. ഉത്സാഹം, ഉത്സാഹം, വളരെ ഉത്സാഹത്തോടുകൂടി ധൃതിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ശേഷി. സർവോപരി സിദ്ധ്യസിദ്ധ്യോഹോ നിർവികാരഃ. സിദ്ധ്യസിദ്ധ്യോഹോ നിർവികാരഃ. സിദ്ധിയിലും അസിദ്ധിയിലും നിർവികാരൻ. അതായത് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, ചെയ്യാനുള്ളത് ചെയ്യുന്നു, ചെയ്യാനുള്ളത് കുശലതയോടുകൂടി ചെയ്യുന്നു, നന്നായി തീരാൻ വേണ്ടി ചെയ്യുന്നു, നല്ല ഫലസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്നു. അത്രയിൽ എനിക്ക് കഴിയൂ, അത്ര എനിക്ക് കഴിയും. ചിലപ്പോൾ സിദ്ധി ഉണ്ടാവും, ചിലപ്പോൾ അസിദ്ധി ഉണ്ടാവും. അതെൻ്റെ നിയന്ത്രണത്തിലല്ല. എൻ്റെ നിയന്ത്രണത്തിൽ കർമ്മഭാഗമാണ്. അത് ഞാൻ വ്യക്തമായി ചെയ്തു, അത് വേണ്ട പോലെ ചെയ്തു. ഈ ഒരു ഭാവനയോടുകൂടി സിദ്ധി വന്നാലും അസിദ്ധി വന്നാലും സമ സിദ്ധൗ അസിദ്ധൗ ച എന്ന് ഗീത പറയുന്ന, സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവത്തോടുകൂടി, അതേ സമയത്ത് കർമ്മത്തിൽ അത്യുത്സാഹത്തോടുകൂടി ധൃതിയോടുകൂടി അഹംവാദമില്ലാതെ സംഘരഹിതനായി ഇങ്ങനെ പ്രവർത്തിക്കാൻ നമുക്കൊക്കെ സാധിക്കും. നല്ലപോലെ അഭ്യാസം വേണം, നല്ലപോലെ അഭ്യാസം വേണം. നമ്മൾ മനസ്സിനെ, ബുദ്ധിയെ പാകപ്പെടുത്തിയെടുക്കണം. നിരന്തരമായി നമ്മൾ മനസ്സിനെ, ബുദ്ധിക്ക് എന്തൊരു ട്രെയിനിങ് ആണോ കൊടുക്കുന്നത്, ആ ഒരു സംസ്കാരം അത് ആർജിക്കും. ഈ വക വിഷയങ്ങൾ പറയുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമുണ്ട്. അതെന്താ വെച്ചാൽ, നമ്മൾ പ്രഭാഷണ വേദിയിൽ നിന്നോ ഏതെങ്കിലും ക്ലാസ്സുകളിൽ പോയിട്ടൊക്കെ ഇതൊക്കെ പഠിച്ചു, ഇത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മളൊക്കെ മറന്നുപോകും. ഇത് നമ്മുടെ സാധനയാണെന്നുള്ളത് നമ്മളൊക്കെ മറന്നുപോകും. പകരം ഈ കേട്ട, ഈ പഠിച്ച അളവ് പോലും കൊണ്ട് നടക്കും. എന്നിട്ട് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ അളന്ന് തൂക്കാൻ ശ്രമിക്കും. ഈ പറഞ്ഞ ലക്ഷണം അനുസരിച്ച് ഇയാള് ശരിയില്ല, അതെ, അയാൾ ശരിയില്ല. ഇതാ കാരണം, അയാൾ പ്രവർത്തിക്കുന്ന കണ്ടില്ലേ, ആസക്തനാണ്, രാജസിക കർത്താവാണ്, അല്ലെങ്കിൽ താമസിക കർത്താവാണ്, സാത്വിക കർത്താവല്ല എന്നൊക്കെ നമ്മൾ പറയും. ദയവ് ചെയ്ത് നമ്മൾ ഈ പഠിക്കുന്ന ആശയങ്ങളെ വെച്ചുകൊണ്ട് ലോകത്തിൽ ഒരാളെയും തൂക്കാൻ പോകരുത്. കാരണം ഒരാൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഭഗവാൻ തന്നെ തൻ്റെ ഗീതോപദേശത്തിൽ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാൻ തഥാ സക്തഃ ചികീർഷുർലോക സംഗ്രഹം. സക്താഃ,
സക്തന്മാര്, ആസക്തന്മാര്. എന്തിൽ ആസക്തന്മാര്? കർമ്മണി സക്ത കർമ്മണി, കർമ്മത്തിൽ ആസക്തന്മാര്. ഞാൻ ചെയ്യുന്നു, ഇതിന്റെ ഫലം എനിക്ക്, ഇതിന്റെ ഫലം ഇതെനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യണത് എന്ന അങ്ങേയറ്റത്തെ ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നവര് സക്താഹ. അവിദ്വാംസഹ, എന്തുകൊണ്ട്? അജ്ഞാനികള്, തത്വജ്ഞാനമില്ലാത്തവര്. അങ്ങനെ അജ്ഞാനികളും ആസക്തന്മാരുമായവര് ഹേ അർജുന എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ലോകത്തിൽ, അതേപോലെ പ്രവർത്തിക്കണം അനാസക്തനായ വിദ്വാൻ. അനാസക്തനായ വിദ്വാൻ ആസക്തനും അവിദ്വാനും എന്ന പോലെ പ്രവർത്തിക്കണം. ചികീർഷുർ ലോകസംഗ്രഹം, ലോകത്തിന്റെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ. ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ പഠിച്ചേ മതിയാവൂ, നീ പഠിച്ചില്ലെങ്കിൽ എനിക്ക് ദുഃഖമാകും അല്ലെങ്കിൽ ദേഷ്യമാകും എന്നുള്ള രൂപത്തിൽ പെരുമാറേണ്ടി വരും. നമുക്ക് ആന്തരികമായി ദുഃഖമോ ദേഷ്യമോ ഉണ്ടായില്ല എന്ന് വരാം. പക്ഷെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന സമയത്ത് ആ രൂപത്തിലും ഭാവത്തിലും നമ്മൾ ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരും. ലോക നന്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കർമ്മം നമ്മൾ ചെയ്യണ സമയത്ത് ഇത് ചെയ്താലേ എനിക്ക് സമാധാനമുള്ളൂ എന്നുള്ള ഭാവം അഭിനയിക്കേണ്ടി വരും. ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയോട് പറയുകയാണ്, മോളെ എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ലാട്ടോ, പക്ഷെ നീ നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ ദേഷ്യം അഭിനയിച്ചു എന്ന് വരും എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് ദേഷ്യം അഭിനയിച്ചാലും വില വെക്കുമോ അതിന്? വെറുതെ നേരം പോക്ക്. ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ ആ കുട്ടിക്ക് തോന്നണം ഇയാൾക്ക് വമ്പിച്ച ദേഷ്യം ഉണ്ടെന്ന്, ക്രോധം കൊണ്ടങ്ങനെ വിറയ്ക്കാൻ തോന്നണം. അപ്പോഴേ പറഞ്ഞ പോലെ ചെയ്യുള്ളൂ. പറഞ്ഞ പോലെ ചെയ്യിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, ദൃഷ്ടാന്തം പറഞ്ഞതാ. അപ്പൊ എപ്പോഴും ലോകസംഗ്രഹം, ചികീർഷുർ ലോകസംഗ്രഹം ചെയ്യുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അജ്ഞാനിയെ പോലെ ആസക്തനെ പോലെ പെരുമാറണം. ഒരു ദൃഷ്ടാന്തം ഓർമ്മ വരികയാണ്, ഇപ്പൊ പറഞ്ഞു വന്നേ ഉള്ളൂ ഈ ദൃഷ്ടാന്തം, അതുകൊണ്ടാവും ഓർമ്മ വരുന്നത്, അറിയില്ല. വിവേകാനന്ദ സ്വാമികള് അനാസക്തനാണോ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തൂക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയില്ല, നമുക്ക് തൂക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബഹുമാനിക്കുന്നു. അദ്ദേഹം ചെയ്ത ലോകത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളെ മുൻനിർത്തി നമ്മൾ വിവേകാനന്ദ സ്വാമികളെ അത്യന്തം ബഹുമാനിക്കുന്നു. ആന്തരികമായിട്ട് അദ്ദേഹത്തിന് നിഷ്ഠ അളക്കാൻ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ പണിയല്ല. അദ്ദേഹം ജ്ഞാനിയാണോ അദ്ദേഹത്തിന് കൊള്ളാം, അദ്ദേഹം അജ്ഞാനിയാണോ അദ്ദേഹത്തിന് കൊള്ളാം, നമുക്കെന്ത് വേണം? പക്ഷെ അദ്ദേഹം ഉത്തമ കോടിയിൽപ്പെട്ട ജ്ഞാനിക്ക് ഉചിതമായ രീതിയിൽ ലോകത്തിൽ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ച വിവേകാനന്ദ സ്വാമികള് ഷിക്കാഗോയിലോ സർവമത സമ്മേളനത്തിൽ ഒരു 3 മിനിറ്റ് നേരം മാത്രം അനുവദിക്കപ്പെട്ട ആളാണ്. പല ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ വെറും 3 മിനിറ്റ് നേരത്തേക്കാണ് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത്, സ്വാമിജിക്ക്. ഒന്നാമത്തെ പ്രസംഗം തന്നെ 5 മിനിറ്റോളം നീണ്ടു. അതിന് ഉത്തരവാദി സ്വാമിജി അല്ല, അവിടുത്തെ ജനങ്ങളുടെ കയ്യടി 1.5 മിനിറ്റ് നീണ്ടതാണ്. സ്വാമിജി കൃത്യം 3 മിനിറ്റ് തന്നെ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ നീണ്ടു പോയതോ അത് കയ്യടി. എന്ത് ചെയ്യും? പിന്നെ കയ്യടി നിർത്തിയിട്ടല്ലേ പ്രസംഗിക്കാൻ പറ്റൂ. പിന്നീട് സർവമത സമ്മേളനത്തിൽ വളരെ ശ്രദ്ധേയമായ പ്രസംഗങ്ങൾക്ക് സ്വാമിജി ക്ഷണിക്കപ്പെട്ടു. ഏറ്റവും പ്രസിദ്ധം പേപ്പർ ഓൺ ഹിന്ദുയിസമാണ്.
എന്നാൽ സ്വാമിജിയുടെ ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു ആ സർവമത സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ ചെയ്ത പ്രസംഗം. പലപ്പോഴും നമ്മൾ ഒന്നാമത്തെ പ്രസംഗത്തെ വലിയ കേമായിട്ട് പറയുക, പക്ഷെ എന്നാൽ ശക്തമായ പ്രസംഗം സമാപനത്തിൽ ചെയ്ത പ്രസംഗമായിരുന്നു. ഏതായാലും ഈ സർവമത സമ്മേളനത്തോടു കൂടി സ്വാമിജി അമേരിക്കയിൽ പ്രസിദ്ധനായി. അമേരിക്കയിലെ പട്ടണങ്ങളിലെല്ലാം സ്വാമിജി പ്രസംഗിച്ചു. സ്വാമിജിയെ കിട്ടാൻ വേണ്ടി ഓരോ പട്ടണത്തിലും ഓരോ ഗ്രാമത്തിലും ജനങ്ങൾ അത്രയ്ക്കധികം പരിശ്രമിച്ചു. അമേരിക്കയിൽ ഒരു ഹീറോ ആയി മാറി ചുരുങ്ങിയ സമയം കൊണ്ട്. ഈ സമയത്ത് അമേരിക്കൻ പത്രങ്ങളിൽ വിവേകാനന്ദ സ്വാമിജിയെ പുകഴ്ത്തിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കീർത്തിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ധിഷണാവൈഭവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പലതിനെ, ഇന്നതെന്നൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്കുള്ള രൂപത്തെ, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെ അടക്കം പ്രശംസിച്ചുകൊണ്ട് പത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെ, വർത്തമാനത്തെ, എല്ലാത്തിനെയും പ്രശംസിച്ചുകൊണ്ട് പത്രങ്ങൾ നിരന്തരം എഴുതി. നമുക്ക് മനസ്സിലാക്കാം, പ്രശ്നമല്ല. സ്വാമിജി ഇതൊക്കെ മുറിച്ചെടുക്കും, പേപ്പർ കട്ടിങ്സ്. എന്നിട്ട് അമേരിക്കയിൽ നിന്ന് കിട്ടാവുന്ന അത്രയും പേപ്പർ കട്ടിങ്സ് സ്വരൂപിച്ച് മദ്രാസിലേക്ക് അലസിംഗ പെരുമാളിന് അയച്ചു കൊടുക്കും. സ്വാമിജിയുടെ ശിഷ്യനായിരുന്നു അലസിംഗ പെരുമാൾ. എന്നിട്ട് അതിനൊക്കെ നിർദ്ദേശിക്കും, ഇത് വളരെ പ്രാധാന്യേന ഇന്ത്യൻ പത്രങ്ങളിൽ വരുന്നുണ്ട് എന്ന് നീ ഉറപ്പ് വരുത്തണം. ആവർത്തിച്ചെഴുതി, ഇതെല്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി ഇന്ത്യൻ മാധ്യമത്തിൽ വരുന്നുണ്ടെന്ന് നീ ഉറപ്പ് വരുത്തണം. ചില സ്ഥലത്തൊക്കെ അലസിംഗ പെരുമാൾ പാവം കഷ്ടപ്പെട്ടതിന് കണക്കില്ല. പക്ഷെ അവിടെ അമേരിക്കയിൽ ഇരിക്കുന്ന സ്വാമിജി അതറിയില്ല. അതിന് സ്വാമിജി തെറി പറഞ്ഞുകൊണ്ട് എഴുതും അലസിംഗ പെരുമാൾക്ക്, നീ എന്ത് മനുഷ്യനാണ്, ഞാനിവിടെ ഈ തണുപ്പത്ത് പ്രവർത്തിക്കണം, നീ കാണുന്നില്ലേ, ആർക്ക് വേണ്ടിയിട്ടാണ്, അതിനനുസരിച്ച് നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. ഓ, ഈ പിഞ്ചു പട്ടിക്കുട്ടികൾ ശബ്ദിച്ചത് കേട്ട് ഞാൻ ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെടാൻ ഇടയായല്ലോ, ഞാനിവിടെ തണുപ്പ് കൊണ്ട് കഷ്ടപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ തെറി പറഞ്ഞാൽ കത്തെഴുതണമെന്നറിയോ. തൊട്ടടുത്ത കത്തെഴുതും, എനിക്ക് വളരെ സന്തോഷം, നീ വലിയ പ്രവർത്തനം ചെയ്തു, നീ ഒരുപാട് മീഡിയയിൽ എൻ്റെ വാർത്ത കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു, വളരെ സന്തോഷം. ഒരു പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഒരു സന്യാസി ഇങ്ങനെയൊക്കെ വേണോ, ഇത്രയ്ക്ക് പേരിനും പ്രശസ്തിക്കും ആഗ്രഹമായാലോ, ഇതൊക്കെ ഒരു സന്യാസിക്ക് കൊള്ളുവോ, ഇത്രയ്ക്ക് പേരിനും പ്രശസ്തിക്കും ആഗ്രഹം. അവിടെ ഉള്ള പേപ്പർ കട്ടിങ്സ് മുഴുവൻ എടുത്ത് ഇന്ത്യൻ മീഡിയയിൽ വരുത്താൻ വേണ്ടി ഇത്രയ്ക്ക് പെടാപ്പാട് പെടുക, എന്തിനാത്? ആളോ ഇതും തമ്മിലൊരു ബന്ധമല്ല, ശ്രുതി പോരാ. സംഭാഷണം അതുമായിട്ട് ശ്രുതി ഒക്കില്ല. അപ്പോ നമുക്ക് സംശയം വരും, എന്തിനാണ് ഇത്രയ്ക്കൊരു പേരിനും പ്രശസ്തിക്കും ആഗ്രഹം ഒരു സന്യാസിക്ക്? ഒരു വേള നമ്മൾ സ്വാമിജിയെ കുറിച്ച് തെറ്റിദ്ധരിക്കും, ഈ വിവേകാനന്ദ സ്വാമി ആള് ശരിയില്ലപ്പാ, കാരണം പേരിനും പ്രശസ്തിക്ക് ഇത്ര ആഗ്രഹമുള്ള ആള് സന്യാസി അല്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ സ്വാമിജി അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ അപാരമായ വാക്ശക്തിയോടുകൂടി തന്നെ ഇരുന്നു. സമൂഹത്തെ ഇളക്കി മറിക്കുന്ന റോളങ്ങിന്റെ ഭാഷയിൽ അനിഷേധ്യമായ വൈദ്യുത പ്രസരണം പോലെ സർവരുടെ ഉള്ളിലും പ്രവേശിക്കുന്ന വാക്ശക്തി സ്വാമിജിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം, അവിടുന്ന് ശുദ്ധഭാവത്തിലാണ് ജീവിച്ചത്, ശുദ്ധഭാവത്തിലാണ്, യഥാർത്ഥ സന്യാസിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ആ ശക്തി ഉണ്ടാവില്ലായിരുന്നു, ഉറപ്പാ, അത്ര വാക്ശക്തി ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ പിന്നെ എന്തിനാ ഈ പത്രങ്ങളൊക്കെ ഇങ്ങനെ വാർത്ത വരാൻ പെടാപ്പാടുപെട്ടത്? എന്തിനാണ് പേരിനും പ്രശസ്തിക്ക് ഇത്ര ആഗ്രഹമല്ലാതെ? അത് വലിയൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു.
ആ പദ്ധതി പൂർണ്ണമായി നമ്മൾ കണ്ടു. സ്വാമിജി ഭാരതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതുവരെ ഒരു സന്യാസിക്ക് ലഭിച്ചിട്ടില്ലാത്ത സ്വീകരണം ഭാരതീയ സമൂഹം സ്വാമിജിക്ക് അർപ്പിച്ചു. അതുകൊണ്ട് എന്താ ഗുണം? സ്വാമിജിയുടെ ശബ്ദം ശ്രവിക്കാൻ ഭാരതം തയ്യാറായി കാത്തിരുന്നു. അതിനു മുമ്പ് 1886 ഡിസംബർ മുതൽ 1893 ആദ്യ പകുതി വരെയുള്ള ഭാഗത്ത്, ജൂണിലാണ് സ്വാമിജി കപ്പൽ കയറുന്നത്, അതുവരെയുള്ള കാലത്ത് ഭാരതത്തിലുടനീളം സ്വാമിജി സഞ്ചരിച്ചിട്ടുണ്ട്. ആരും ശ്രദ്ധിച്ചിരുന്നില്ല. കുറച്ചു പേരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ വിവേകാനന്ദ സ്വാമി എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിൽ, കാതോർക്കുന്ന അവസ്ഥയിൽ ഭാരതം മാറി. അത് സ്വാമിജി മാറ്റിയെടുത്തതാ, അല്ലാണ്ട് തനിക്ക് പേരിനും പ്രശസ്തിക്കുമല്ല. തൻ്റെ വാക്കുകൾ സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഭാരതത്തെ ഉണർത്തി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, അതല്ലേ അടിമത്തത്തെ തൂത്തെറിഞ്ഞ് നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന അടിമത്തത്തിന്റെ കെട്ടുപാടുകളെ പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തെ നേടിയെടുക്കുന്നതിനുള്ള വർദ്ധിച്ച ഉത്കടമായ ഇച്ഛയെ ഭാരതത്തിൽ വളർത്തിയത്? അതെ, അതല്ലേ സന്യാസിമാരെ സേവനത്തിന്റെയും ശാസ്ത്ര പ്രചരണത്തിന്റെയും മേഖലയിലേക്ക് കൂടുതൽ പ്രേരിപ്പിച്ചത്? അതെ, അതല്ലേ മൊത്തം സമാജത്തെ സേവനത്തിന്റെ സന്ദേശം കേൾപ്പിച്ചുണർത്തിയത്? അതെ, അതല്ലേ ജീർണിച്ച ഒട്ടനവധി അനാചാരങ്ങളുടെ, ദുരാചാരങ്ങളുടെ, സാമൂഹികങ്ങളായ കൊടിയ അനീതികളുടെ ദുർബാധയിൽ നിന്ന് ഭാരതത്തെ ക്രമികമായി രക്ഷിക്കാൻ ഹേതുവായത്? അതെ. സർവോപരി പറയട്ടെ, സമൂഹത്തിൽ വളരെ താഴെ തട്ടിലേക്ക് മാറ്റപ്പെട്ട സ്ത്രീ സമൂഹത്തിന് ഉന്നതമായ വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ഭാരതത്തെ രണ്ടാമതും കൈപിടിച്ചുയർത്തിയത് അതല്ലേ? അതെ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രീയമായ സമ്പൂർണമായ നവോത്ഥാനത്തിന് കാരണമായി സ്വാമിജിയുടെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിനുള്ള വേദി ഒരുക്കുകയായിരുന്നു സ്വാമിജി അവിടെ ഇരുന്നുണ്ട്. അല്ലാതെ വ്യക്തിക്ക് പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടായിരുന്നില്ല. മനസ്സിലാക്കുക. ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇത് മനസ്സിലാവില്ല. ഈ വേദി ഒരുക്കുകയായിരുന്നു അവിടെ. സത്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാൻ തഥാശക്ത ചികീർഷുർ ലോകസംഗ്രഹം. അതുകൊണ്ട് ലോകത്തിന്റെ സംഗ്രഹത്തെ, ലോകത്തിന്റെ പ്രയോജനത്തെ, ലോക നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ആസക്തന്മാരും അജ്ഞാനികളുമായവർ പ്രവർത്തിക്കുന്നത് പോലെ അനാസക്തനും വിദ്വാനുമായവൻ പ്രവർത്തിക്കണം. അതുകൊണ്ട് ഒരാൾ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് പുറമേ നോക്കി വിലയിരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് പറയാനുള്ളത്, സാത്വിക കർമ്മം, സാത്വിക കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പഠിച്ച് ഒരു അളവ് പോലുണ്ടാക്കി അതിനനുസരിച്ച് ബാക്കിയുള്ളവരെ തൂക്കാൻ പോകരുത്. മറിച്ച് ഇത് നമുക്ക് നമ്മെ സംസ്കരിച്ചെടുക്കാൻ, നമ്മെ കൂടുതൽ സാത്വിക ഭാവത്തിലേക്ക് ഉയർത്താൻ ഒക്കെ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ കർമ്മവും കർത്താവും സാത്വികമാകുമ്പോൾ ഫലം സുഖമാകും. ഇവിടെ സാത്വിക കർത്താവിന്റെ ലക്ഷണം പഠിക്കുന്നതോടൊപ്പം
നമ്മൾ രാജസികവും താമസികവും പഠിക്കണം. അങ്ങനെ ആവാതിരിക്കാൻ അത് നമുക്ക് തുടർന്ന് നാളെ കൃത്യസമയത്തിന് ചിന്തിക്കാം.